നമസ്തേ. ഡോക്ടർ രാജലക്ഷ്മി തമ്പാമ്പടം. 2025 മാർച്ച് 29 ശനി 2.5 കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റം വന്നു മീനം രാശിയിലേക്ക്. ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ശനി മാറ്റം കൊണ്ട് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ഗുണം ദോഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇവരെ സംബന്ധിച്ച് 7.5 ശനി സ്റ്റാർട്ടായിട്ടുണ്ട്. 7.5 ശനി തുടങ്ങി. അപ്പോൾ 7.5 ശനി തുടങ്ങിയിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ 7 എപ്പോഴായാലും ശനി നല്ല സ്ഥലത്ത് ശനി നിൽക്കുകയാണെങ്കിൽ, അതായത് മകരം, കുംഭം, തുലാം ഈ രാശികളിൽ അവരുടെ ജാതകത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. അപ്പോൾ ശനി കൊണ്ടുള്ള ദോഷവും ഗുണവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനി 7.5 ശനിക്കാലത്ത് അല്ലെങ്കിൽ ശനി ദശാകാലത്ത്, അപഹാരകാലത്ത്, ഛിദ്രകാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിട്ടയോടെ ജീവിതം, പങ്ക്ച്വാലിറ്റിയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ശനിദശ വരുമ്പോൾ, ശനി 7 ഗോചരാലായാലും രാശിഫലമായിട്ടും ശനി വരുമ്പോൾ മടി, അലസത, നമുക്ക് എല്ലാം പിന്നെ ചിന്തകൾ വരും. അത് മാറ്റണം. കാരണം പങ്ക്ച്വലായിരിക്കുന്ന ആളെ ശനി ഒരിക്കലും ഉപദ്രവിക്കില്ല. കൃത്യനിഷ്ഠയോടുകൂടി അവനവൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യുന്നവനെ ശനി അങ്ങനെയാണ് ബാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ശനിദശാകാലം നമ്മൾ വളരെയധികം പങ്ക്ച്വലായിരിക്കണം. അതായത് ജോലിക്ക് പോയാലും ലേറ്റ് ആവരുത്, കൃത്യസമയത്ത് സമയാസമയങ്ങളിൽ ജോലിക്ക് പോവുക, കൃത്യകാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ശനിദശ. പിന്നെ ശനിദശാകാലത്ത് കറുത്ത കളറുള്ള ചെരുപ്പുകൾ വാങ്ങിക്കാതിരിക്കുക. കാരണം കാലിൽ കൂടിയാണ് പെട്ടെന്ന് ശനി വരിക. പിന്നെ നമ്മൾ പഴയ കാലത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് കാല് കഴുകിയിട്ട് കയറുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കൊറോണ കാലത്ത് നമ്മൾ വീണ്ടും അനുഷ്ഠിച്ചു അത്. പക്ഷേ ആ രീതി നല്ലതാണ്. കാരണം കാലിൽ വന്നിരിക്കുന്ന പൊടി കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇപ്പോഴത്തെ പിള്ളേരെന്താണെന്ന് വെച്ചാൽ ചെരുപ്പിട്ട് അങ്ങനെ തന്നെ അകത്തേക്ക് കയറും. തെറ്റാണതൊക്കെ. കാരണം വന്നിരിക്കുന്ന ദോഷങ്ങൾ, ഒന്ന് ശനി ദോഷം, അല്ലാതെ റോട്ടിലുള്ള അഴുക്കുകളൊക്കെ നമ്മുടെ വീട്ടിൽ കയറുക, അതും തെറ്റാണത്. അപ്പോൾ എപ്പോഴും ഒരു 3-4 മാസത്തിൽ കൂടുതൽ, മാക്സിമം 6 മാസത്തിൽ കൂടുതൽ ചെരുപ്പ് ഉപയോഗിക്കരുത്. ചെരുപ്പ് ഉപേക്ഷിച്ച് കളയുക. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുക്കുക. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ശനിയാഴ്ച ഒരിക്കലെടുക്കുകയും ശിവക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും അതേപോലെ തന്നെ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്തുകയെന്ന് വളരെ നന്നായിരിക്കും. മഹാദേവന് ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൃത്യമായിട്ട് ചെയ്താൽ ശനിയുടെ ദോഷത്തിനൊരു പരിഹാരമായിരിക്കും. അതേപോലെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് നീരാഞ്ജനം കത്തിക്കുകയാണെങ്കിൽ സാമ്പത്തികമായ മെച്ചമുണ്ടാവും. അതുപോലെ ശനീശ്വര പൂജ, നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിയാഴ്ച മാസത്തിലൊരിക്കലും ശനിദേവന് കറുത്ത വസ്ത്രം സമർപ്പിക്കുക, അന്നദാനം ചെയ്യുക, വയോധന കേന്ദ്രങ്ങളിലും സാധുക്കൾക്ക് ഭക്ഷണം നൽകുക. ഇതൊക്കെ ശനിദോഷത്തിന് കാഠിന്യം കുറയ്ക്കും. ഇപ്പോൾ മേടം രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യപാദ നക്ഷത്രക്കാർക്ക് 7.5 ശനിക്കാലമാണ്. അവർ മഹാദേവനെ പ്രാർത്ഥിക്കുകയും ശാസ്താക്ഷേത്രത്തിൽ പോവുകയും ദർശനം നടത്തുകയും ഹനുമാനെ പ്രാർത്ഥിക്കുകയും രാമ 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 എന്ന് 21 പ്രാവശ്യം പച്ചപക്ഷി കൊണ്ട് എഴുതുകയും ചെയ്താൽ ഈ ശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കും. രണ്ടാമതായിട്ട് വരുന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയിൽ കാർത്തിക അവസാനം, രോഹിണി, മകീരം ആദ്യം ഈ നക്ഷത്രക്കാർക്ക് ശനി 11 ശനിയാണ്, നല്ലതാണ്. വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല. എങ്കിലും ശിവക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനം നടത്തിയാൽ അവരുടെ സാമ്പത്തിക ഭദ്രതയും അവരുടെ സമാധാനവും ഒന്നും കൂടി കൂടും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് മകീരം അവസാനം തിരുവാതിര, പുണർദം ആദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടക ശനി എന്ന് പറയും. കർമ്മത്തിലാണ് ശനി. ജോലിക്ക് അനക്കങ്ങൾ വരാനും ജോലിക്ക് ചലനങ്ങൾ വരാനും ജോലി നഷ്ടപ്പെടാനും ട്രാൻസ്ഫർ മുതലായ കാര്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. ശനിദേവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്ര ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ശനീശ്വര പൂജ കഴിപ്പിക്കുകയും ഹനുമാൻ സ്വാമിയെ ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി അഭിഷേകങ്ങൾ നടത്തുകയും ചെയ്താൽ ഈ ദോഷത്തിനൊരു വിധം പരിഹാരമാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാലും ശനി ദോഷത്തിന് ഒരു പരിഹാരമുണ്ട്. അടുത്തതായി വരുന്നതാണ് കർക്കിടകൻ രാശിക്കാർ. പുണർദം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ശനി 9 ശനിയാണ്.
വലിയ ദോഷമില്ല, നല്ലതാണ്. ശനി നല്ലതാണ് അവർക്ക്. പക്ഷേ വ്യാഴം 12-ലായതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും. എങ്കിലും അവർ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക. ചിങ്ങൻ രാശിയാണ് അടുത്തത്. മകം പൂരം ഉത്രം ആദ്യവാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശനി അഷ്ടമത്തിൽ ശനി ആയുസ് കൂട്ടും, നല്ലതാണ്, വലിയ കുഴപ്പമില്ല. വ്യാഴം അവരെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കേതു ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. തടസ്സങ്ങളുണ്ടാവുമെന്ന് മാത്രം, തലവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണെന്ന് മാത്രം. ഈ കന്നി രാശിയാണ് അടുത്തത്. ഉത്തരം അവസാനം, അത്തം, ചിത്തിര ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് ശനി 7ര ശനി, കണ്ടകശനിയാണ്. അതായത് ഭാര്യയ്ക്ക് അസുഖങ്ങൾ വരാം, മാർഗതടസ്സങ്ങൾ വരാം, എവിടേക്ക് പോകാനും തടസ്സങ്ങൾ വരാം, എല്ലാ കാര്യം ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപരാധം കേൾക്കപ്പെടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം കണ്ടകനാണ്. അപ്പോൾ ഈ സമയത്ത് മഹാദേവനെ പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ മഹാദേവനെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ ചാലീസ് ചൊല്ലുകയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും രാമ 21 പ്രാവശ്യം ചെയ്തൊക്കെ ചെയ്താൽ ഇവരുടെ ആ ദോഷത്തിന് ഒരു പരിഹാരമായിരിക്കും. ഇനി അടുത്ത രാശിയാണ് തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം, ചോതി, വിശാഖമാദ്യം ഈ നക്ഷത്രക്കാർക്ക് ശനി വലിയ ദോഷമൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാതെ പോകും. എങ്കിലും ഗുണാനുഭവങ്ങൾ കൂടാനായിട്ട് മഹാദേവനെ, ശനീശ്വരനെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കാം, ശാസ്താവിനെ പ്രാർത്ഥിക്കാം. കൊല്ലത്തിൽ ശബരിമലയ്ക്കൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. അടുത്താണ് വൃശ്ചികരാശി. വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖം, അനിഴം, വിശാഖ അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ശനി അനുകൂലമാണ്. വ്യാഴം അനുകൂലമാത്തതുകൊണ്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കണം, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. അടുത്ത ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യകാലം ഈ രാശിക്കാർക്ക് കണ്ടകശനിയാണ്. ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസത്തിലും, ജോലിക്കാർക്ക്, മധ്യത്തിലുള്ളവർക്ക് ജോലിക്കാർക്കും, ജോലി കാര്യങ്ങൾക്കും, വാർദ്ധക്യമുള്ളവർക്ക് അസുഖം, കാൽപാദം, വേദന, കാലിന് പൊട്ട് വരിക, ഇങ്ങനെയുള്ള സാധ്യതകൾക്കും ഉണ്ട്. അതിന് പരിഹാരമായിട്ട് ശനീശ്വര പൂജ ചെയ്യുക, ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ഹനുമാൻ സ്വാമിക്ക് വഴിപാടിക്കുക, ശാസ്താവിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ അവരുടെ ആ ദോഷങ്ങൾക്ക് പരിഹാരമാവും. അടുത്തതാണ് മകരം രാശി. ഉത്രാടാവസാനം, തിരുവോണം, അവിട്ടം ആദ്യം ഈ നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ശനി 3-ലാണ്. വലിയ ദോഷവും ശനിയെ കൊണ്ടില്ല. എങ്കിലും ഗുണാനുഭവങ്ങൾ കൂടാനായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക. അടുത്ത രാശിയാണ് കുംഭം. അവിട്ട അവസാനം, ചതയം, പുരൂരിട്ടാതി ആദ്യ ഭാഗം ഇവരെ സംബന്ധിച്ച് പറയുന്നത് ജന്മശനി കഴിഞ്ഞു 2 ശനിയാണ്. ഈ ചെലവുകൾക്ക് കൂടുന്ന സമയമാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാം. അടുത്താണ് മീനരാശി. പൂരിട്ടാതി അവസാനം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമെങ്കിൽ അവർക്ക് ജന്മശരിയാണ്. രോഗങ്ങൾ വരാനും, ബുദ്ധിമുട്ടുകൾ വരാനും, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വരാനും, ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടപ്പെടാനും, കുട്ടികൾക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങൾ വരാനും സാധ്യതയുണ്ട്. മഹാദേവന് ധാര, 3 മാസം കൂടുമ്പോൾ തേൻ ധാര, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കുടെ ബുദ്ധിമുട്ട് മാറും. പിന്നെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനവും പിൻവിളക്കും ധാരയും കഴിച്ചാലും അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ശമനമുണ്ടാവും. ശനി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരാളൊന്നുമല്ല. കർമ്മത്തിൽ ശനി വന്നാൽ നല്ലതാണ് നമുക്ക്. നമ്മൾ ജോലിയിലൊക്കെ നല്ല വിഷയം. ശനി എപ്പോഴും നല്ലതേ ചെയ്യാറുള്ളൂ. നമ്മൾ ശനിയെ പേടിക്കേണ്ട. ശനിക്ക് കൃത്യനിഷ്ഠയോടെയും പങ്ക്ച്വാലിറ്റിയോടെയും നീക്കുന്ന ആൾക്ക്, വൃത്തിയായിട്ട് നടക്കുന്ന ഒരാൾക്ക് ശനി ദോഷം ഏൽക്കാറില്ല. ശനി ദോഷത്തിന് ഏൽക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു തിലകമൊക്കെ ഉണ്ട്, ശനി ദോഷം ഏൽക്കാതെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, കൊടുക്കാറുണ്ട്. ആ തിലകം തൊടുക. പിന്നെ ശനീശ്വര സ്തോത്രം ചൊല്ലുക, നവഗ്രഹ സ്തോത്രം ചൊല്ലുക. നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലിയാൽ തന്നെ ഈ നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറും. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, നമഃശിവായ ചൊല്ലുക, ഹനുമാൻ ചാലീസ് ചൊല്ലുക, രാമരാമ മന്ത്രം ജപിച്ചാൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ശനിയെ കൊണ്ടുള്ള ദോഷം നമുക്ക് ഒരിക്കലും ബാധിക്കില്ല. പിന്നെ ശബരിമലയ്ക്ക് പോവുക. ശനി പഴ വരുമ്പോൾ ശബരിമലയ്ക്ക് പോവുക. ശബരിമലയ്ക്ക് പോയാൽ നമ്മുടെ ദോഷങ്ങൾക്കൊരു 50% മാറ്റം വന്നിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനി ദോഷങ്ങൾ മാറ്റാം.
പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് കൂടാതെ ഭക്ഷണം കഴിച്ചാലും ശനി ദോഷങ്ങൾ തീർക്കാം. ശനി ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക. മേടത്തിൽ ശനി നീചത്തിലൊക്കെ നിൽക്കുന്നവർ ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പില്ലാതെ തൈര് മാത്രം ഒഴിച്ച് ഭക്ഷണം കഴിക്കുക. അമ്പലത്തിലെ നേദ്യ ചോറ് കഴിക്കുക. അങ്ങനെ വരുമ്പോഴും ഈ ശനിദോഷം അവർക്ക് ഏൽക്കുന്നതല്ല. പിന്നെ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ പുതിയതായ ചോറ് ഇത്തിരി എള്ളും ഇത്തിരി നെയ്യും കൂടി ഒഴിച്ച്, നെയ്യോ എള്ളെണ്ണയോ എന്തെങ്കിലും നെയ്യ് ഒഴിച്ചാൽ മതി, ഒഴിച്ച് കുഴച്ച് കാക്കയ്ക്ക് കൊടുക്കുക. കാക്കയ്ക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുന്നവരെ ശനിദേവൻ ദ്രോഹിക്കില്ല. കാക്കയ്ക്ക് ദിവസവും ഭക്ഷണം കൊടുത്താൽ ഒരു പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുക എപ്പോഴും നല്ലതാണ്. അത് അങ്ങനെ ശീലമാക്കിയത് നമ്മൾ അരി വേകുമ്പോൾ തന്നെ കുറച്ച് കാക്കയ്ക്ക് എടുത്ത് കൊടുക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളും നെയ്യും കൂടി ചേർത്ത് ഉരുട്ടി കാക്കയ്ക്ക് കൊടുത്താൽ ഈ ശനിദോഷത്തിന് വളരെയധികം മോചനം നേടാം, പരിഹാരങ്ങളാവാം. ശനിദശാകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതുകൊണ്ടൊക്കെ ശനിദോഷത്തിന് നമുക്ക് ഒരു 90% നമുക്ക് രക്ഷപ്പെടാം ശനിദോഷത്തിൽ നിന്നും.